പള്ളിക്കുന്ന് ഗ്രാമത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സൂര്യതേജസ്സായി വിളങ്ങി നിൽക്കുന്ന പള്ളിക്കുന്ന് രാധാവിലാസം UP സ്കൂളിലെ ഏകദേശം 3 പതിറ്റാണ്ടിലധികം കാലം സംഗീത അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ദീപ ടീച്ചർ ഈ വർഷം ഈ സ്കൂളിനോട് വിട പറയുകയാണ്. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഒരു 3/4 ഭാഗത്തോളം ആയിരിക്കും അല്ലെ ടീച്ചർ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഈ വിദ്യാലയവുമായിട്ട് 3/4 ഭാഗത്തിലധികം ഇവിടെ ഈ സ്കൂളുമായിട്ടുള്ള ബന്ധമാണ്. അതായത് ടീച്ചറുടെ അമ്മ ഇവിടെ അധ്യാപികയായിരുന്നു. ആ കാലഘട്ടം മുതൽ അമ്മയുടെ കൂടെ തന്നെ ടീച്ചർ ഇവിടെ വന്നുകൊണ്ടുണ്ട്. അമ്മയെ കൊണ്ടാക്കാൻ തന്നെ വന്നുകൊണ്ടിരുന്ന ആ ഒരു ഇതിൽ തുടങ്ങിയ ഒരു വിദ്യാലയമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ അനുഭവം ഇതാ പിന്നീട് അധ്യാപിക ഇവിടെ എത്തി ഒരു സാഹചര്യത്തിൽ അതിനുശേഷം ഇപ്പോൾ ഈ വിദ്യാലയത്തോട് പടിയേറുകയാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ടീച്ചർക്ക് ഒന്ന് പിന്നോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് ഈ വിദ്യാലയത്തെ പറ്റിയും ഈ നാടിനെ പറ്റിയും ഒക്കെ എന്ന് നമുക്ക് ടീച്ചറിനെ കേൾക്കാം. പള്ളിക്കുന്ന് രാധാവിലാസം UP സ്കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ സ്കൂളുമായിട്ടുള്ള ബന്ധം ഒരു ആത്മബന്ധം ഉള്ളതാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ സംഗീത അധ്യാപികയായ ഗിരിജ ടീച്ചറുടെ കൂടെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഇവിടെ വന്നിട്ടും സ്കൂളിലെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ആത്മബന്ധം സ്കൂളുമായിട്ടുള്ളൊരു ആത്മബന്ധം ഒരിപ്പം 10 ശരിക്കും എൻ്റെ വയസ്സോളം എനിക്ക് ആ ഒരു ആത്മബന്ധം ഈ സ്കൂളിനോടുണ്ട്. പിന്നെ ഞാൻ 3 സ്കൂളിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചെങ്ങിനിപ്പടി UP സ്കൂള്, രാധാവിലാസം, അഴീക്കോട് നോർത്ത് UP സ്കൂൾ. 3 സ്കൂളിലും ഇങ്ങനെ സംഗീതാധ്യാപികയായി ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യം അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും. വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റും. എന്തായാലും പള്ളിക്കുന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക നഗരം തന്നെയാണ്. സാംസ്കാരികമായി ഏറ്റവും ഔന്നത്യത്തിൽ ഇരിക്കുന്ന ഒരു നാട് എന്ന നിലയിലും വളരെ നമ്മുടെ മൂകാംബിക ക്ഷേത്രവും തടത്തിൽക്കാവും ഒക്കെ തൃക്കടാക്ഷങ്ങളെ ഏറ്റു നിൽക്കുന്ന ഈ ഒരു അനുഗ്രഹീതമായ ഈ രാധാവിലാസ സ്കൂൾ വളരെ പ്രശാന്ത സുന്ദരമായൊരു അന്തരീക്ഷമാണ്. ഒരു മാതൃകാ വിദ്യാലയത്തിൻ്റെ എല്ലാ പരിവേഷവും ഒത്തിണങ്ങിയ ഒരു സ്കൂൾ. അതിൽ ഇത്ര വർഷം പഠിപ്പിക്കാൻ പറ്റിയത് എനിക്ക് ഏറ്റവും അധികം അഭിമാനം തോന്നുന്നു. അതെൻ്റെ ഭാഗ്യമാണ്. എന്തായാലും ഈ വർഷം ഞാൻ സർവീസിൽ നിന്ന് 30 വർഷം പൂർത്തിയാക്കി 2026 മെയ് 31 പടിയിറങ്ങുകയാണ്. 2026 മാർച്ച് 5, 6 തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ഈ 2 അധ്യാപകർക്കുമുള്ള യാത്രയയപ്പ് സമ്മേളനത്തിലും കലാകായിക മേളയിലേക്കും ഈ നാട്ടിലെ എല്ലാ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും മറ്റ് അഭ്യുതകാംക്ഷികളെയും എല്ലാം ഞങ്ങൾ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് വിനീതമായി ക്ഷണിക്കുകയാണ്.